ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആപ്പ് പരിചയപ്പെടുത്തുന്ന നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ AnyDesk റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. റിമോട്ട് ആക്സസ് യുവർ PC ഓർ ഫോൺ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു റിമോട്ടിലുള്ള സിസ്റ്റത്തെയോ PCയെയോ അല്ലെങ്കിൽ ഫോണിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ത് ആപ്പാണെന്ത് AnyDesk എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു അഡ്രസ്സ് കിട്ടും. നമ്മൾ പിന്നെ റിമോട്ട് അഡ്രസ്സ് ഏത് മൊബൈലാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ കിട്ടുന്ന ഈ ഒരു അഡ്രസ്സ് അവർക്കും ഒരു യുവർ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ആരോക്കി പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിമോട്ടിൽ ആയിട്ടുള്ള ആ ഒരു മൊബൈലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ലാപ്ടോപ്പോ നമുക്ക് ആക്സസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 4.2 സ്റ്റാർ റിവ്യൂസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 15 MB സൈസ്, 10 മില്യൺസ് പ്ലസ് ഡൗൺലോഡ്സും ഉള്ള ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ് AnyDesk എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സിസ്റ്റം റിമോട്ടിൽ കണക്ട് ചെയ്യാനോ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു മൊബൈലിൽ എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ സിസ്റ്റം സർവീസ് ചെയ്യാനോ സോഫ്റ്റ്വെയർ സർവീസ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു റിമോട്ട് സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോളാണ് AnyDesk എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ എന്ന് കിട്ടും. അപ്പോൾ ഓപ്പണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്പോൾ ഇവിടെ ഉണ്ടോ യുവർ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ ഐഡിയ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മൊബൈൽ വേറെ ആർക്കെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഐഡിയ ആണ് ഈ കാണുന്ന യുവർ അഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന റിമോട്ട് അഡ്രസ്സിലാണ് നമുക്ക് ഏത് മൊബൈലാണോ കണക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിസ്റ്റമാണോ കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ അഡ്രസ്സ് കൊടുത്തു നോക്കാം. അപ്പോൾ അതേ സമയത്ത് നമുക്ക് കണക്റ്റിംഗ് പ്രോസസ്സ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ റിമോട്ട്ലി സിസ്റ്റത്തിൽ നമുക്ക് ഒരു മെസ്സേജ് വരും, ആരെ സിസ്റ്റമാണോ അല്ലെങ്കിൽ മൊബൈലാണോ അതിൽ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പ്യൂട്ടറോ മൊബൈലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് കൊടുത്തു. ഉണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ റിമോട്ട്ലി നമ്മളൊരു കമ്പ്യൂട്ടറാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫയലാണ് ഈ കാണുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ഡെസ്ക്ടോപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കേട്ടോ, നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ ഉണ്ടാവും. ആ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ AnyDesk എന്ന് പറയുന്നത് നമുക്ക് റിമോട്ട്ലി ഉള്ള ലാപ്പിനെ അല്ലെങ്കിൽ മൊബൈലിന് ഏത് ഡിവൈസിനും ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ആപ്പാണ് ഈ പ്ലേ സ്റ്റോറിൽ പോവുക, AnyDesk എന്ന് കൊടുക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.